അതായത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും എനിക്ക് കിട്ടിയതുപോലെ തന്നെ നിങ്ങൾക്കും മുട്ടം പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കാണിക്കത്തൊന്നുമില്ല. എന്താ കാണിക്കാൻ? നോക്കാം, നമുക്ക് പരിഗണിക്കാൻ. ആരാ നിന്നെ കാണിക്കാനാ? വേണ്ട, ബോറാവൂടാ വീഡിയോ. എന്നെ കാണിക്കണോ വീഡിയോയില്? അപ്പൊ നമസ്കാരം. അപ്പോൾ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും നമ്മുടെ ഒരു അമ്പി വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ആ അമ്പിയായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ അന്ന് അരുണിൻ്റെ അടുത്തൊരു വണ്ടി കൈമാറി എന്നുള്ളൊരു കാര്യം മാത്രമാണ് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ വീഡിയോ ആയിട്ട് കാണിച്ച. ഇന്ന് നമ്മുടെ ഈ ഒരു വണ്ടി നമ്മുടെ മിസ്റ്റർ ഗുബോട്ടിൻ്റെ തന്നെ സ്വന്തം പ്രൊഫഷണൽ നമ്മുടെ ആ ഒരു പെയിൻറ്റിങ് ബൂത്തിലോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വണ്ടി ഉണ്ടല്ലോ, നമ്മൾ ഇത്രയും പഴയ വണ്ടി എടുത്തതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വണ്ടി, ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ കേട്ടല്ലേ നിങ്ങൾ ആദ്യം, എന്നെയും കൂടെ എന്നെ അവർ ചുളുവിലൊന്ന് ഫേമസ് ആവണമെന്ന്. നമ്മുടെ സെയിൻറ്റ് ഗോബേൻ്റെ സ്റ്റാഫ് മിസ്റ്റർ നിബിൻ എസ് കുമാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. നിബിനെ, വണ്ടി കുഴപ്പമൊന്നുമില്ലല്ലേ? നല്ല വണ്ടി സെറ്റാണ്. റണ്ണിങ് കിടുവാല്ലേ? ഓക്കെ. അപ്പം നമ്മുടെ വണ്ടി ടെസ്റ്റിന് കൊടുക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു വണ്ടി എടുത്തത് തന്നെ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഓരോ സ്റ്റേജസ് ആ ഒരു ടെസ്റ്റിന് ഇറക്കുമ്പോൾ എങ്ങനത്തെ ഉള്ള അതിൻ്റെ ഒരു ഇൻഫർമേഷൻ, അതായത് 15 കൊല്ലം പഴക്കമുള്ള വണ്ടികൾ എടുക്കാൻ നമ്മുടെ പല സുഹൃത്തുക്കൾക്കും ഈ പറഞ്ഞതുപോലെ ഒരു മടിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പല വിൻറ്റേജ് വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവരുടെയും ഒരു മനസ്സിലൊരു തെറ്റായ ഒരു ചിലരെങ്കിലും, എല്ലാവരുടെയും കാര്യമല്ല, ചില സുഹൃത്തുക്കളുടെയും തെറ്റായ ഒരു ധാരണയാണ് നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഒന്നും ടെസ്റ്റ് പാസ്സായി കിട്ടത്തില്ല എന്ന്. തെങ്ങിൻ്റെ മൂട്ടിയിടല്ലേ മോനെ പിന്നെ വണ്ടി പണി കിട്ടും. അപ്പോൾ വണ്ടി നീ ഒന്ന് ഓഫ് ചെയ്തോ, അതിനുശേഷം നമുക്ക് വെളിയിൽ നിന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോ ഷൂട്ട് ചെയ്യാം. അപ്പം നിന്നെ ഇന്ന് ഈ ഒരു വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും എനിക്ക് കിട്ടിയതുപോലെ തന്നെ നിങ്ങൾക്കും മുട്ടം പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. എന്നിട്ട് നമുക്ക് പെയിൻറ്റിങ് ബൂത്തിൽ പോവാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ എന്തൊക്കെ വർക്കുകളാണ് ഇതിനകത്ത് വരുന്നതുള്ളത് ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിന്നെ കാണിച്ചിട്ടുണ്ട്. എൻ്റെ പരാതി പരാതിയൊന്നുമില്ല, ഞാൻ പറഞ്ഞു ഇവനെ വീഡിയോയിൽ കാണിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ആ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യാം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി 2007 മോഡൽ വണ്ടിയാണ്. ഇപ്പം നമ്മുടെ വണ്ടി ടെസ്റ്റായി. അപ്പോൾ ടെസ്റ്റിന് സമയമായി. അപ്പോൾ നമുക്ക് ടെസ്റ്റിന് പേപ്പർ കൊടുക്കാൻ ഏകദേശം 1 മാസത്തോളം താമസിച്ചു. അതിന് നല്ലൊരു തുക തന്നെ ഫൈനായി. കാര്യം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ തന്നെ ഈ ടെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ശരത്തുണ്ട്, നാഷണൽ എന്ന് പറഞ്ഞ ഡ്രൈവിംഗ് സ്കൂൾ അല്ലേ, പുള്ളി ശരത്ത് അവിടെ ഉള്ളതല്ലേടാ നിമിനെ, അവനാ ഫോൺ പിടിക്കുന്ന. അപ്പോൾ അവരുടെ തന്നെ ഒരു സുഹൃത്താണ്. അപ്പോൾ ശരത്ത് പറഞ്ഞിക്ക നമുക്ക് 1 മാസം കഴിഞ്ഞത് കൊണ്ട് നമുക്ക് ഫൈൻ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം 3500 രൂപ ഫൈൻ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ടെസ്റ്റിൻ്റെ സമയമായി കഴിഞ്ഞാൽ ആ ഒരു സമയത്തിന് മുമ്പ്, അതായത് ഡേറ്റ് കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ പേപ്പർ സബ്മിറ്റ് ചെയ്യണം. 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 3500 രൂപ വെച്ചാണ് ഫൈൻ. ഇനി അതിനുശേഷം നമുക്ക് ഫൈനായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അഥവാ ഫൈനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിക്ക് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് ടെസ്റ്റിന് 1 മാസത്തിന് മുമ്പായിട്ട് നമ്മൾ പേപ്പർ കൊടുക്കണമെന്നാണ് ഉള്ള നിയമം. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്ന ശരത്തിൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ ഡീറ്റെയിൽ പറയാം. എന്തൊക്കെയാലും ടെസ്റ്റ് നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വർക്ക്ഷോപ്പിൽ കയറ്റുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ആ ഒരു ടെസ്റ്റിൻ്റെ പേപ്പറും കൂടെ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പം എനിക്ക് അതിനകത്തൊരു പണി കിട്ടിപ്പോയി. അപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെയാലും ഞാൻ പേപ്പർ ഇനിയിപ്പോൾ നാളെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ പേപ്പറിന് അന്ന് മൊത്തത്തിലെല്ലാം കൂടെ ഏകദേശം ഒരു 17,000 രൂപയായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ആ റേറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. നമ്മുടെ ഈ ഒരു വണ്ടി 1500 cc ആ ഒരു വിഭാഗത്തിൽപ്പെട്ട വണ്ടി ആയതുകൊണ്ട് തന്നെ ഗ്രീൻ ടാക്സും അതേപോലെ തന്നെ സർവീസ് ടാക്സും ഒക്കെ മറ്റുള്ള വണ്ടികളെ അപേക്ഷിച്ച് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ വണ്ടിക്കകത്ത് മെയിനായിട്ട് ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി വാച്ച് വർക്കിനും പെയിൻ്റ് എല്ലാം ചുരണ്ടി കളഞ്ഞ് വേറൊരു രീതിയിലോട്ട് പോവുകയാണ്. അപ്പോൾ അവസാനമായിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റോക്ക് കണ്ടീഷനിലുള്ള കളറിൽ നിങ്ങൾക്ക് മിക്കവാറും ഇന്ന് തന്നെ ആയിരിക്കും അവസാനമായിട്ട് ഈ ഒരു വണ്ടി കാണാൻ പറ്റുന്ന ഈ ഒരു വൈറ്റ് കളറിൽ. പിന്നെ നാളെ പെയിൻറ്റിങ് ബൂത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി വേറെ ഒരു കളറിലേക്ക് മാറും. അപ്പം ലാസ്റ്റായിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വൈറ്റ് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ പ്രേക്ഷകർ നമ്മുടെ ഈ വണ്ടി എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മുടെ സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്, അൻഷാദ് കാട അംബാസിഡർ എടാ മോനെ റെക്കോർഡ് ആവുന്നുണ്ടല്ലേ, സ്ഥിരം ക്യാമറാമാൻ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആ നമ്പർ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ടല്ലേ, ഉണ്ടല്ലേ? ഓക്കെ. അപ്പം നമ്മുടെ
ഈ വണ്ടി ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു അവസാനത്തെ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ നമ്മുടെ സുഹൃത്തുക്കളെ കുറച്ച് പേരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ടെസ്റ്റിൻ്റെ പേപ്പറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. അത് താമസിച്ച് പോയി കഴിഞ്ഞാൽ ഓരോ മാസമായിട്ട് ഫൈനുണ്ട്. ഇനിയിപ്പോൾ എത്ര രൂപ ഫൈനായെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ബൂത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ പെയിൻറ്റിങ് ബൂത്ത് ഞങ്ങൾ വണ്ടി ഒന്ന് കയറ്റിയതാണ്. പക്ഷേ അതൊരു വീഡിയോ ആയിട്ട് ഇട്ട് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഫുൾ പ്രൊസീജിയർ നിങ്ങളെ ഒന്ന് അറിയിക്കുക എന്നുള്ള ഒരു രീതിയിൽ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ കണ്ടല്ലോ ഇതോടുകൂടി. അതേപോലെ തന്നെ നമ്മുടെ അംബാസിഡർ ഒരുപാട് എന്താ നീ പറയാ, കേട്ടില്ല, നീ പറഞ്ഞോ, കുറച്ച് പറയടാ. ആണോ? ഓക്കെ, അവൻ എന്താണ്ടാ പറഞ്ഞ. നമ്മുടെ വീഡിയോ ഒന്നും അത്ര ഇത് പിന്നെ ഞാനും നീയും സംസാരിക്കും നമ്മൾ ഒരുമിച്ചുള്ളതെന്നറിയാം. അപ്പോൾ എന്തോ പറഞ്ഞോ? ഒന്നുമില്ല, ചുമ്മാ പറഞ്ഞാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു വണ്ടിയുടെ ആ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ അംബാസിഡറിൻ്റെ ബമ്പർ ഇപ്പോൾ നമ്മുടെ തന്നെ ഒരു സുഹൃത്തിൻ പയ്യൻ്റെ കയ്യിൽ ഈ അംബാസിഡറിൻ്റെ മേളിൽ വയ്ക്കുന്ന ആ ഒരു വിൻഷീൽഡ് കണക്കത്തെ ഒരു സംഭവം ഉണ്ടല്ലേ, തൊപ്പി കണക്ക് വയ്ക്കുന്ന ആ ഒരു സാധനം നമ്മുടെ ഒരു പയ്യൻ എനിക്ക് തരാമെന്ന് പറഞ്ഞു. അതേപോലെ നിങ്ങളെ പഴയ അംബാസിഡറിൻ്റെ യൂസ് ആവാത്ത നമുക്ക് പൈസ തരാതിനുള്ള ബമ്പർ, പുതിയ ബമ്പർ ഉണ്ടെങ്കിൽ. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബമ്പറിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ അതാ കണ്ടോ തുരുമ്പിച്ചിരിക്കുകയാണ്, നല്ല രീതിയിൽ തുരുമ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു റബ്ബർ ബീഡിങ് ഉണ്ടല്ലോ, ഈ റബ്ബർ ബീഡിങ്ങൊക്കെ വെടിച്ച് കീറിയിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഗ്രില്ലൊക്കെ നമുക്ക് പ്ലേറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു റിങ്ങും അതേപോലെ തന്നെ നമ്മുടെ അംബാസിഡർ, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവരുടെ അടുത്ത് ഞാൻ ചോദിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ തന്നെ പല അംബാസിഡർ വീഡിയോയിലും പ്രത്യക്ഷപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബീഡിങ്ങൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമ്മുടെ അംബാസിഡർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾക്ക് അറിയാം. അപ്പോൾ ഇത് അവിടെ പറഞ്ഞപ്പോൾ ഇത് ഇളക്കി കഴിഞ്ഞാൽ ഇതേ പെർഫെക്ഷനിലൂടെ ഈ ഒരു ഗ്ലാസ് ബീഡിങ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടെന്ന് ഇങ്ങനെ ഒരു സംശയം പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് എക്സ്ട്രാ മാർക്കറ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരണം. അതേപോലെ തന്നെ ആണ് നമ്മുടെ ഈ പറയുന്നത് പോലെ നമ്മുടെ ബാക്ക് ബമ്പറും ഫുള്ള് തുരുമ്പിച്ചതാണ്, ഇവിടെയൊക്കെ ചളിങ്ങിയിട്ടുണ്ട്, അത് ഞാൻ ഇടിച്ച് കളിക്കിയതാണ്. പിന്നെ ഈ ഒരു ഇവിടുത്തെ ഒരു റബ്ബർ ബീഡിക്ക് ഫുള്ള് പൊട്ടിയിട്ടുണ്ട്, ഈ എല്ലാം തുരുമ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പ്ലേറ്റ് ചെയ്ത് ഇടണമെന്നുള്ളൊരു ആലോചന ഉണ്ടായിരുന്നു. അപ്പം ഒന്നീ പ്ലേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മെക്കാനിക്കിനെ വെച്ച് സെക്കൻഡ് ഹാൻഡ് സാധനം കിട്ടുമെന്നുണ്ടെങ്കിൽ ഇക്കാക്ക് അത്രയും നല്ല സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും പുതുതായിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ അറിയാവുന്ന സുഹൃത്തുക്കളുണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കണം. എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ കാണിക്കാം. അപ്പോൾ ഇന്നിപ്പം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഭയങ്കര വലിയൊരു വീഡിയോ ഒന്നുമില്ല. നമ്മുടെ ഈ വണ്ടി ഒന്ന് മൊത്തത്തിലൊന്ന് കാണിച്ചു കൊടുത്തു. ഇപ്പോൾ ഇച്ചിരി ഒന്ന് ചെളിയൊക്കെ അടിച്ചിട്ടുണ്ട്, വീട്ടിൽ നിന്ന് മാറിയിട്ട് ആണ്ട് ഇവിടെയൊക്കെ മേളിൽ തുരുമ്പ് തന്നെ അല്ലേ, തുരുമ്പല്ല, അത് തുരുമ്പല്ല, ഇല എന്താണ്ട് വീണേ. അപ്പോൾ നമ്മുടെ അവസാനമായിട്ട് ചിലപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ഒരു വൈറ്റ് വണ്ടി അവസാനമായിട്ടായിരിക്കും കാണുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി നമ്മളിന്ന് കൊടുക്കുക. ഇതിൻ്റെ അകമൊക്കെ നല്ല തുരുമ്പിച്ചിരിക്കുക, അതൊക്കെ റെഡി ആക്കണം. ഫുള്ള് തുരുമ്പിച്ചിരിക്കുക, സ്റ്റെപ്പിനി ഉൾപ്പെടെയൊക്കെ നമുക്ക് ടയറും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. മോനെ അടയ്ക്കട്ടെ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെയിൻറ്റിങ് ബൂത്തിലോട്ട് പോവാം. അപ്പോൾ പെയിൻറ്റിങ് ബൂത്തിലോട്ട് പോയിട്ട് നമുക്ക് വണ്ടി അവിടെ കൊണ്ടുപോയതിന് ശേഷം ഓരോ വർക്കിൻ്റെ ഓരോ ഭാഗങ്ങൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ എടുക്കാം. വിൻറ്റേജ് വണ്ടികളും പഴയ വണ്ടികൾ പുതുതായിട്ടിപ്പം പറയാകത്തില്ല. ഇപ്പോൾ ഒരു അത്യാവശ്യം ഇനിയും തുടർന്ന് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ഇപ്പോൾ ടെസ്റ്റിന് സമയമായി കാണും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സുഹൃത്തുക്കളൊക്കെ ശ്രദ്ധിക്കുക, ടെസ്റ്റിന് സമയമായി കഴിഞ്ഞാൽ അപ്പോഴേ നിങ്ങൾ പേപ്പർ കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും. ഇതിപ്പോൾ നമുക്ക് തൊട്ട ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ കോമ്പൗണ്ടിനടുത്ത് തന്നെ വണ്ടി കിടക്കുന്ന, അപ്പോൾ നമുക്ക് അപ്പുറത്തോട്ട് വണ്ടി അങ്ങ് കൊണ്ടുപോയി കയറ്റി ഇട്ടാൽ മതി. അപ്പം നമ്മൾ മെയിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ ഒരു ഡേറ്റ് കഴിയാതെ നിങ്ങൾ സൂക്ഷിച്ചോളണം. നമുക്ക് എന്തൊക്കെയായാലും വണ്ടി കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ കൊടുക്കാം, വർക്ക്ഷോപ്പിലല്ല പെയിൻറ്റിങ് ബൂത്തിലോട്ട് പോവാം. അപ്പോൾ എന്നിട്ട് നേരെ അവിടെ പോയിട്ട് കാണാം. നീ കയറിക്കോ, ഞാൻ എടുക്കാം. കയറിയാ കാണിക്കുന്നുണ്ടല്ലേ റെക്കോർഡിൻ്റെ ഇത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ പെയിൻറ്റിങ് ബൂത്തിലോട്ട് പോവാം. അപ്പം മറക്കണ്ട, ടെസ്റ്റിന് സമയമായി കഴിഞ്ഞാൽ കറക്റ്റ് തന്നെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പക്കയാക്കുക. നീ പിന്നെ കയറിക്കോ, ബാ. റെക്കോർഡ് കട്ട് ചെയ്യണ്ട, നമുക്ക് ഒറ്റ ഷോട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ, ഒറ്റ ഷോട്ടിലങ്ങ് തീരും. ഓക്കെ, വണ്ടി കുറേ ദിവസമായിട്ട് സ്റ്റാർട്ട് ചെയ്യാതെ ഇരിക്കുന്ന, എന്നിട്ടും സ്റ്റാർട്ടിങ് ട്രബിളോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി പിന്നെ നല്ല ഒരു മെക്കാനിക്കിനെയും കൂടെ നമ്മുടെ അണ്ണൻ്റെ അടുത്ത് തന്നെ നമുക്ക് പോവാം. നമ്മൾ നേരത്തേക്ക് നമ്മളെ വണ്ടി പണി ചെയ്തില്ലേ, ഈ ഒരു സൗണ്ട് കേൾക്കുന്ന കണ്ടല്ലേടാ നിബിനെ പറഞ്ഞാൽ ഈ
ലൂസാണ്. അപ്പം ബെൽറ്റൊക്കെ നമുക്ക് മാറണം. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ്ങിന് കഴിഞ്ഞിട്ട് മാറുന്നതായിരിക്കും. മെക്കാനിക്കൽ വർക്ക് വലിയ വർക്കൊന്നുമില്ല. അതെ അതെന്തൊക്കെയാലും നമുക്ക് നോക്കാം. കണ്ട ഇത് ഈ താക്കോല് ചെറുതായിട്ട് ഇങ്ങോട്ടൊന്ന് പിടിക്കണം. അപ്പോൾ ഇതാ ഈ ബെൽറ്റ് പിടിക്കുന്ന സൗണ്ട് അങ്ങ് മാറും. കണ്ട ഇപ്പോൾ മാറിയണ്ട. എൻ്റെ ഈ കൈ എനിക്ക് ഭയങ്കര വലിയൊരു വിഷമമായിരുന്നു. എൻ്റെ ഈ കൈ ബൈക്കിൽ നിന്ന് വീണതിന് ശേഷമേ എനിക്ക് അംബാസിഡർ ഓടിക്കാൻ പറ്റുമെന്ന്. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല. വളയ്ക്കാൻ വലിയൊരു വിഷമം ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലെന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തൊക്കെയായാലും കുഴപ്പമില്ല, വണ്ടി ഓടിക്കാം. ബ്രേക്കൊക്കെ ഒന്ന് കൊള്ളിക്കണം, ഉപയോഗിക്കാതിരുന്ന് ബ്രേക്കൊക്കെ പോയി കിടക്കുക. അപ്പോൾ നമ്മൾ ആ പെയിൻറ്റിങ് ബൂത്തിലോട്ടെത്തി. അപ്പോൾ ഈ ഒരു ടെസ്റ്റിൻ്റെ സമയത്ത് നിങ്ങളത് മറക്കരുത്. കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങൾ ടെസ്റ്റിന് വണ്ടി ഹാജരാക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ വരും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ വണ്ടി മുന്നോട്ടുള്ള രീതിയിൽ ടെസ്റ്റിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടുള്ളത്, എന്തൊക്കെ വർക്കുകളാണ് ചെയ്യേണ്ടുള്ളതെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിൽ നമ്മുടെ അമ്പി സീരീസ് ആയിരിക്കും. നമ്മുടെ അംബാസിഡറിൻ്റെ കുറേ സീരീസ് ഓഫ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. കുറച്ച് വണ്ടി ഫുള്ള് പണിഞ്ഞ് അടിപൊളിയാക്കിയതിന് ശേഷം നല്ലൊരു ട്രാവലിങ് കുറച്ച് നല്ല വീഡിയോസ് ചെയ്യണം. അപ്പോൾ കൂടുതലും വണ്ടിയായിട്ട് പ്രധാനപ്പെട്ട് നിൽക്കുന്ന രീതിയിൽ ഉള്ള വീഡിയോസും കാര്യങ്ങളും ചെയ്യാനുള്ള ഉദ്ദേശമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പെയിൻറ്റിങ് ബൂത്തിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു പെയിൻറ്റിങ് ബൂത്തും കാര്യങ്ങളും. അപ്പുറത്തല്ലേ കഴിഞ്ഞില്ലല്ലേ? അപ്പോൾ അവിടെ നമ്മൾ പുതുതായിട്ടൊരു അസോസിയേഷനാണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അടുത്ത ദിവസം, അതായത് എക്സ്പേർട്ടായിട്ട്, അതായത് കൊല്ലത്ത് തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരുപാട് പെയിൻറ്റേഴ്സ് ഇല്ലേ, ഒരുപാട് ഈ ഒരു വണ്ടി പെയിൻറ്റ് ചെയ്യുന്ന ഒരുപാട് പേരാണ് ഈ വണ്ടിയുടെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പം ഈ കൊല്ലത്ത് തന്നെ വളരെ അധികം എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഈ ഒരു മെയിനായിട്ട് ഈ ഒരു ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളാം. അതായത് ഇപ്പോൾ ഉടനെ തന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വർഷം അല്ലെന്നുണ്ടെങ്കിൽ 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ടെസ്റ്റോ കാര്യങ്ങളോ വരെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു ഫൈൻ വരാതെ നിങ്ങൾ മുൻകൂട്ടി തന്നെ ടെസ്റ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കണം. 1 മാസം കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 3500, പിന്നെ അങ്ങോട്ട് അതിനനുസരിച്ച് ടെസ്റ്റ് മുടങ്ങുന്നതിനനുസരിച്ച് ഫൈൻ കൂടുമെന്ന നമ്മുടെ ശരത്ത് പറഞ്ഞ. അപ്പോൾ ഈ RTO ആയിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ രീതിയിലുള്ള ബുക്കും പേപ്പർ എങ്ങനെയൊക്കെ ക്ലിയർ ആക്കണം, സാധാരണ രീതിയിലുള്ള നമ്മുടെ ടാക്സ്, ഗ്രീൻ ടാക്സ് അടയ്ക്കണം, 15 കൊല്ലത്തെ ഗ്രീൻ ടാക്സ്, അങ്ങനെ പേപ്പറിൻ്റെ കുറച്ച് സർവീസ് ചാർജ് ഉണ്ട്. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ ഉള്ളതുപോലെ തന്നെ നമ്മുടെ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. നമ്മുടെ അതേപോലെ തന്നെ പൊല്യൂഷൻ്റെ പേപ്പർ ഉണ്ടായിരിക്കണം. എപ്പോഴും എല്ലാ വണ്ടിയൊക്കെ ഉള്ളതുപോലെയുള്ള കാര്യങ്ങൾ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ബൂത്ത് ഇവിടെ എത്തി. അപ്പോൾ പെയിൻറ്റിങ് ബൂത്തിലെ വിശേഷങ്ങളും നമ്മൾ എന്തൊക്കെയാണ് മാജിക്ക് പെയിൻറ്റിങ്ങിൽ ചെയ്യാൻ പോണതും കൊല്ലത്ത് തന്നെ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ടീമുകളാണ് നമ്മളെ വണ്ടി ചെയ്യുന്നത്. അപ്പം ആ ഒരു വർക്കുകളൊക്കെ ഓരോ സ്റ്റേജസ് ആയിട്ട് നിങ്ങൾ അറിയിക്കാം. അപ്പോൾ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അല്ലേ നിപിനെ? ഞാൻ വണ്ടി ഇവിടെ ഒന്ന് ഒതുക്കട്ടെ. അവനെയും കൂടെ ഒന്ന് ലാസ്റ്റ് ഫ്രെയിമിൽ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ അവനൊരു വിഷമമായിരിക്കും. അതുകൊണ്ട് അവനെയും കൂടെ ഒന്ന് ഫ്രെയിമിൽ കാണിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആ ഒരു പേപ്പറിൻ്റെ കാര്യം നമ്മുടെ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അംബാസിഡറിൻ്റെ സ്പെയറുകൾ നമ്മുടെ ഈ വണ്ടിക്ക്, കാര്യം എന്ന് പറഞ്ഞാൽ അംബാസിഡർ പ്രേമിയൊക്കെ അറിയാം. എൻ്റെ വണ്ടിക്ക് പാട്ട കോഫി നമ്മുടെ ഈ അംബാസിഡർ സ്ഥിരമായിട്ട് റിനോവേറ്റ് ചെയ്ത് മോഡിഫിക്കേഷനൊക്കെ ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെയൊക്കെ നല്ല പാർട്സുകളൊക്കെ എവിടെ കിട്ടുമെന്ന്. അങ്ങനെ അറിയാവുന്ന നമ്മുടെ സുഹൃത്തുക്കളും നമ്മളെ സഹായിക്കുക. എനിക്കറിയാവുന്ന നമ്മുടെ അംബാസിഡർ ഗ്രൂപ്പിൽ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് ആർക്കാണ് എപ്പം എത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് അറിയാൻ പറ്റത്തില്ലല്ലേ. അപ്പോൾ അതുവേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടി നല്ല രീതിയിൽ ഈ ഒരു വർക്കും കാര്യങ്ങളിലൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് സെയിൻറ്റ് ഗോബേൻ്റെ നമ്മുടെ നിബിൻ തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. നിബിൻ, അതിന് നിൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കര വലിയ കൃതജ്ഞതയും വലിയൊരു നന്ദിയും ഞാൻ നിൻ്റെ അടുത്ത് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സെയിൻറ്റ് ഗോബേൻ്റെ സ്പോൺസർഷിപ്പ് കിട്ടുമോ? നമുക്കൊരു സ്റ്റിക്കറൊക്കെ കിട്ടിക്കാം. മാസം ഒരു 50,000 രൂപ വെച്ച് തന്നാൽ തരത്തില്ലേ കമ്പനിയിൽ നിന്ന്? നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കല്ലേ എന്നും. വണ്ടി സ്പോൺസർഷിപ്പ് ബൈ സെയിൻറ്റ് ഗോബേൻ നോട്ടൺ ഇന്ത്യ ചെയ്തു. ഓക്കെ. അപ്പം വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം വേറെ കാര്യങ്ങളെല്ലാം ഉണ്ടോ? നമ്മളിങ്ങനെ എന്താ സ്റ്റാർട്ട് ചെയ്യുമല്ലോ ഉടനെ? ഇനി നമ്മൾ പണി നാളെ തന്നെ തുടങ്ങണം. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് നാളെ നേരിട്ട് വന്നിട്ട്, നീ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൊല്ലത്ത് തന്നെ എക്സ്പേർട്ടായിട്ടുള്ള പെയിൻറ്റേഴ്സാണ് നമ്മളെ വണ്ടി പെയിൻറ്റ് ചെയ്യുന്നത്. ആണ്.
അപ്പോൾ നാളെ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാം. നമ്മളെ ക്രൂസ് പെയിന്റ് ചെയ്തില്ലേ ട്രിവാൻ്റെ, ആ എക്സ്പെർട്ടുള്ള ടീം തന്നെയാണ് അംബാസഡർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ട്രിവിയൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അതായത് ഒരു അത് റെഡ് കളറല്ല, ക്യാൻഡി റെഡിലോട്ടാക്കി, ക്യാൻഡി റെഡ് കളറിലാക്കി ട്രിവിയൻ ഫുഡ് എന്ന് പറഞ്ഞ ഒരു നമ്മുടെ യൂട്യൂബ് ബ്ലോഗർ സുഹൃത്തുണ്ട്. ട്രിവിയൻ്റെ വണ്ടിയാണ് അത്. ഷോറൂം ട്രിവിയൻ തന്നെ അന്ന് ഭയങ്കര വണ്ടടിച്ച ഒരു വണ്ടിയാണ്. ആ ഒരു രീതിയിൽ വർക്ക് ചെയ്ത ആൾക്കാരുടെ ആ ട്രിവിയൻ്റെ വീഡിയോ എപ്പിസോഡ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ, വേണമെന്നുണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു ലിങ്ക് വയ്ക്കാം, നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അപ്പം വീണ്ടും അടുത്ത ഒരു ദിവസം അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു ബൈ പറഞ്ഞു. ബൈ. അപ്പം മറക്കണ്ട, ടെസ്റ്റിന് മുമ്പായിട്ട് തന്നെ പേപ്പർ കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ 3500 രൂപ വെച്ച് നല്ല ഫൈനുണ്ട്. അതും 1500 cc അതിന് മേളിലുള്ള വണ്ടിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഓരോ കാര്യങ്ങൾക്ക് സർവീസ് ചാർജും എല്ലാം കൂടുതലായിരിക്കും. അപ്പം ബുക്കും പേപ്പറും RTO ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ പറയാം. പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറയാം, നമ്മൾ ഉപയോഗിക്കുന്ന പെയിൻറ്റ് ഏതാണെന്ന് പറയാം, എത്ര ഡെൻസിറ്റിയിലാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്, അംബാസിഡർ കമ്പനി ചെയ്ത ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകണം. അതിനേക്കാളും പുതിയ ടെക്നോളജി, പുതിയ മെറ്റീരിയലൊക്കെ വെച്ചിട്ട് ആ ഒരു അംബാസിഡറിൻ്റെ ആ ഒരു തനിമയ്ക്ക് ഒരു കോട്ടം തെറ്റാത്ത രീതിയിൽ അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ.